ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ ദാമോദരൻ അമ്പാനപ്പള്ളി. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ എല്ലാവരുടെയും വീടുകൾക്ക് ആവശ്യമായ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നതായ LPG ഗ്യാസ് എങ്ങനെ വീട്ടിൽ പുതിയൊരു കണക്ഷൻ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാം. അത് തുടക്കം മുതൽ അതിൻ്റെ ഗ്യാസ് സ്റ്റൗവിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ വരെയുള്ള എല്ലാ വിവരണങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുഴുവൻ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പുതിയ ഗ്യാസ് കുറ്റി വീട്ടിലെടുത്തു കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൈയും അതിൻ്റെ ബോഡിയെല്ലാം ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ചൂട് മുതൽ മൂന്ന് വരെ എല്ലാം ഒന്ന് നമുക്ക് തുടച്ചെടുക്കാം. അതിനകത്ത് ഈ കൊറോണ കാലമൊക്കെ അല്ലേ നമുക്ക് തന്നത്, അതിനകത്ത് പലവിധ അണുക്കളെല്ലാം പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. നമ്മൾ പല ആൾക്കാർ യൂസ് ചെയ്യുന്നതല്ലേ പല വീടുകളിലൊക്കെ. നമ്മുടെ സ്വന്തം കുറ്റിയൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കും. മാറി എടുക്കുമ്പോൾ പലര് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് വെള്ളം മുക്കി തുടച്ചെടുത്തിട്ട് ഇത്രയും മണിയുള്ളൂ. അതും പുറം എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് സാനിറ്റൈസർ ഉണ്ടെങ്കിൽ ഒരു ശകലം ഇത്രയും പരിപാടിയുള്ളൂ. ഇനി നമുക്ക് വീട്ടിലേക്ക് അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. നമ്മൾ ഗ്യാസ് കുറ്റി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നോക്കുമ്പോൾ ഇത് ഭാരത് ഗ്യാസ് എന്ന കമ്പനിയുടെ ഗ്യാസ് കുറ്റിയാണ്. ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എല്ലാവർക്കും അതിൻ്റെ വ്യക്തത എന്താണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അതിന് കറക്റ്റായിട്ടുള്ളൊരു വ്യക്തതയില്ല. അതുകൊണ്ട് എല്ലാവർക്കുമായിട്ട് അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഗ്യാസ് കുറ്റിയുടെ മുകളിൽ എല്ലാ ഗ്യാസ് കുറ്റിയുടെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ചെക്ക് സീൽ ആൻഡ് വെയിറ്റ് ഓൺ ഡെലിവറിന്ന്. അതായത് നമ്മൾ ഗ്യാസ് കുറ്റി വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ അതിനൊരു സീലുണ്ടാവും, അതുണ്ടാവുമെന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെയിറ്റ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് കുക്കി നോക്കാവുന്നതാണ്. അതിനകത്ത് കൃത്യമായിട്ട് വെയിറ്റ് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, നെറ്റ് വെയിറ്റ് 14,200 ഈ ഒരു കുറ്റിയുടെ ഇതിനകത്ത്. അതായത് ഗ്യാസ് എന്ന് പറയുന്നത് 14,200 ഉണ്ടായിരിക്കും ഇതിനകത്ത്. അത് ക്രോസ് വെയിറ്റ് എന്ന് പറയുന്നത് ഉണ്ടോ 30,100 kg, അതായത് 30 കിലോ 100 ഗ്രാം. അതായത് 30 കിലോ 100 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ കുറ്റിയുടെ വെയിറ്റാണ് ഈ കാണുന്നത്. ഈ 19,900 ഈ 19,900 എന്ന് പറഞ്ഞ കുറ്റിയുടെ വെയിറ്റാണ്. ആ കുറ്റിയുടെ വെയിറ്റും ഈ കാണുന്ന നെറ്റ് വെയിറ്റ് 14,200 എന്ന് കാണുന്ന നെറ്റ് വെയിറ്റും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഈ ക്രോസ് വെയിറ്റ് എന്ന് പറയുന്നത് 30,100. അതായത് ഒരു കുറ്റി ഒരു ഗ്യാസ് കുറ്റി നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ ഗ്യാസ് കുറ്റിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 30 കിലോ, 30,100, 30,200 അങ്ങനെയൊക്കെ വരും. അതിലെപ്പോഴും ഏത് കുറ്റി വാങ്ങിയാലും അതിനകത്തെ ഗ്യാസ് എന്ന് പറയുന്നത് 14,200 ഉണ്ടാവുള്ളൂ. ചില കുറ്റി 15,900, 15,800, 15,800 കുറ്റി ആകുമ്പോൾ 30 കിലോയെ വെയിറ്റ് വരുള്ളൂ മൊത്തത്തിൽ കൂട്ടുമ്പോൾ. അങ്ങനെയാണ്. പിന്നെ എൻ്റെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഫോർ ഡൊമസ്റ്റിക് യൂസ് ഉള്ളിന്ന് ഈ കുറ്റിയിലുണ്ടാവും. അതായത് നമുക്ക് ഗാർഹിക ഉപയോഗത്തിന് മാത്രമേ ഈ ഗ്യാസ് കുറ്റി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത് മറ്റ് ഹോട്ടൽ ഉപയോഗങ്ങൾക്കോ മറ്റ് ബിസിനസ് സംബന്ധമായ മറ്റ് ഉപയോഗങ്ങൾക്കോ അങ്ങനെയുള്ള ഒന്നിനും ഇതിന് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിനായിട്ട് പ്രത്യേകം വേറെ കുറ്റി ഗ്യാസ് വലിയ കുറ്റി ഇറങ്ങുന്നുണ്ട് മറ്റ് ഹോട്ടലുകൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട്. ഈ ചുമന്ന കുറ്റി ഇങ്ങനെ ഈ മഞ്ഞ കളറുള്ള ഈ കുറ്റിയാണ് സാധാരണയായിട്ട് ഗാർഹിക ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഈ കുറ്റിയുടെ അടുത്ത സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് റെഗുലേറ്റർ വെൻ നോട്ട് ഇൻ യൂസ് എന്ന് പ്രത്യേകം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റെഗുലേറ്ററിൻ്റെ സ്വിച്ച് എപ്പോഴും നമ്മൾ ഓഫ് പൊസിഷനിലായിരിക്കണം.
കാരണം കുട്ടികളുള്ളതും രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ നമ്മളെപ്പോഴും അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അത് ഇതിൻ്റെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസിൽ പെടുന്നതാണ്. അതിന് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നും വൈകുന്നേരം കിടക്കുമ്പോഴും ഉപയോഗം കഴിഞ്ഞും റെഗുലേറ്ററിൻ്റെ സ്വിച്ച് എപ്പോഴും ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം, ഇതിൻ്റെ ഈ അടപ്പ് തുറക്കുന്നത് ഉണ്ടോ, ഇതിനിങ്ങനെ ഒരു അടപ്പുണ്ടാവും. ഈ അടപ്പ് പിടിച്ച് നമ്മൾ നേരിട്ട് ഇങ്ങനെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ വരത്തില്ല. അത് നമ്മൾ അതിൻ്റെ ശരിക്കായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഈ വള്ളി ഉണ്ടല്ലോ, ഈ വള്ളിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വലിച്ച് കഴിഞ്ഞിട്ട് പ്രസ് ചെയ്യണം. അപ്പോൾ അത് ഈസി ആയിട്ട് ഊരി പോരും. അത്രേ ഉള്ളൂ അതിനകത്ത് ഊരി എടുക്കുക. അതുണ്ടോ, അത് ഇടാനാണെങ്കിൽ ഇത് അങ്ങോട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഇത്രേ ഉള്ളൂ സംഭവം. 15,900 രണ്ട് സൈഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുണ്ടോ, C28 എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മളെപ്പോഴും കുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. C28 എന്ന് പറഞ്ഞാൽ അത് 2028 വരെ, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് 2028 വരെയാണ്. അതായത് A, B, C, D എന്നിങ്ങനെ 4 ഒരു വർഷത്തെ തിരിച്ചിട്ടുണ്ട്. അത് A എന്ന് പറഞ്ഞാൽ ജനുവരി, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 മാസം കൂടുമ്പോൾ മുന്നോട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് തന്നാൽ മതി. ഏപ്രിൽ, ജൂൺ, ജൂലൈ അങ്ങനെ കണക്കാക്കി കൊണ്ടാൽ മതി. അതാണ് A, B, C, D എന്നിങ്ങനെ. അത് ഡിസംബറിന് D എന്ന് പറയും. അപ്പോൾ C28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളത് 3 മാസം ഒരു വർഷത്തെ 4 ഡിവൈഡ് ചെയ്ത് കണക്കാക്കി കണ്ടാൽ മതി. ചില കുറ്റിയൊക്കെ വാങ്ങുമ്പോൾ 2021 A എന്നൊക്കെ കാണും. അപ്പോൾ അത് എക്സ്പയർ ആയതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറ്റികളൊക്കെ വളരെ വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനകത്ത് അതിൻ്റെ ചൂട് കുറ്റിയൊക്കെ പഴയ കുറ്റിയായിരിക്കും. ചിലപ്പം പല കാരണങ്ങൾ കൊണ്ടും അത് ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുറ്റികൾ നിങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകം നോക്കി വേണം വാങ്ങുവാൻ. 2025, 2024 ഒന്നും കുഴപ്പമില്ല, 2023 ഒന്നും കുഴപ്പമില്ല. പക്ഷേ 2021 ഇപ്പോൾ വാങ്ങുമ്പോൾ ഇപ്പോൾ 7-ാം മാസമായി. അപ്പം പഴയ പുറകോട്ടുള്ള Aയും Bയും ഒന്നും വാങ്ങാതിരിക്കുക. ഇപ്പോൾ ഇത് C എന്ന് പറയുന്നത് 2028 ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് ഇത് പുതിയ കുറ്റിയാണ്. അതായത് എപ്പോഴും നല്ല പുതിയ കുറ്റി, നല്ല കളറുള്ള കുറ്റിയായിരിക്കും. പഴയ കുറ്റി എന്ന് പറയുന്നത് നമുക്ക് കാണാം അവിടെ ഇവിടെയൊക്കെ തുരുമ്പ് പിടിച്ച് പെയിൻ്റ് എല്ലാം പോയി അങ്ങനെ ഇരിക്കുന്ന കുറ്റികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഗ്യാസ് സിലിണ്ടറിൻ്റെ മെയിൻ വാൽവാണ് ഈ കാണുന്നത്. ഈ വാൽവിന് ഉള്ളിലായിട്ടൊരു ഇതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത വാഷറുണ്ട്. ഇതിനുള്ളിലായിട്ട് ആ വാഷർ ചില സമയത്ത് ലീക്ക് ഉണ്ടാകുമ്പോൾ ആ വാഷറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ആ ലീക്ക് വരാറ്. അത് ഗ്യാസ് വാങ്ങുന്ന നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് അവിടുന്ന് നിങ്ങൾക്ക് അതിൻ്റെ വാഷർ അവിടെ നേരത്തെ സ്പെയർ മേടിച്ച് വീട്ടിൽ എപ്പോഴും 1-2 എണ്ണം വെച്ചിരുന്നാൽ നന്നായിരിക്കും. അങ്ങനെ ലീക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ആ വാഷർ നമുക്ക് സ്വയമേ ചെയ്യാവുന്നതുള്ള, അറിയാൻ മേലാത്തവർ ഗ്യാസ് സ്റ്റേഷനിൽ ഡെലിവറിക്ക് വരുന്നവർ നിങ്ങൾക്ക് മാറ്റി തരുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇപ്പോൾ അത് മെല്ലെ ആ വാഷർ മാത്രം കുത്തിയെടുക്കുക. പക്ഷേ അതിനുള്ളിൽ കാണുന്ന ഒരു നോബ് ഞെക്കുമ്പോൾ താക്കുന്ന ഇങ്ങനെ നേരെ താക്കുന്ന പറഞ്ഞാൽ അതിലേക്ക് പ്രസ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ഗ്യാസ് പുറത്തേക്ക് ചീറ്റുന്നതാണ്. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെ ചെയ്യാവുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിനകത്ത് ഇട്ട് കിള്ളുമ്പോൾ അതിൻ്റെ ആ പിന്നിൽ കൊള്ളുമ്പോൾ ഗ്യാസ് ചീറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. അത് വളരെ കെയർഫുള്ളായിട്ട് വേണം ആ വാഷർ ഊരിയെടുത്തിട്ട് അതുപോലെ തന്നെ വേറൊരു പുതിയ വാഷർ ഇടുകയും ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ഈ കാണുന്ന സിലിണ്ടറിൻ്റെ ഈ മെയിൻ വാൽവ് ഇതിനകത്ത് നിറയെ ഗ്യാസാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വാൽവുകൾ നമ്മൾ യാതൊരു കാരണവശാലും ഇവിടെ ഇട്ട് ഈ സ്ക്വയർ കാണുന്നതാണ് കൊണ്ട് നമ്മളിവിടെ പ്ലെയറിട്ടോ മറ്റ് ബോക്സ് പാനറോ മറ്റോ ഇട്ട് അഴിക്കാനോ മുറുക്കുവാനോ യാതൊരു കാരണവശാലും ഒന്നും ചെയ്യാൻ പാടില്ല. ഇതെല്ലാം കമ്പനികൾ ചെയ്യുന്ന വർക്കുകളാണ്. നമ്മൾ ഇതിനകത്ത് കാണുന്ന ഒരു കാരണവശാലും ഇവിടെ ഒരു പണികളും ഇതിലേക്ക്
മുകളിലേക്ക് ചെയ്യാൻ പാടില്ല. ഈ കാണുന്നതാണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഇതിന് ഓൺ ഓഫ്, ഇതിപ്പോൾ ഓഫ് പൊസിഷന്. ഇത് മുകളിലോട്ട് നേരെ ഇരിക്കുമ്പോൾ ആകാശത്തേക്ക് കുറ്റി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഓൺ പൊസിഷനാണ്. ഇതിപ്പോൾ ഓഫ്, ഇതിപ്പോൾ ഓൺ പൊസിഷന്. ഇത് ഭാരത് ഗ്യാസിൻ്റെ ISI സ്റ്റാൻഡേർഡ് മുദ്രയുള്ള റെഗുലേറ്ററാണ്. ഇനി ഇതാണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ ഒരു ഓസ്, അതിന് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓസാണിത്. ഇത് ഭാരത് ഗ്യാസിൻ്റെ LPG ഓസാണ്. നല്ല സ്ട്രോങ് ഓസാണത്. എലിയൊന്നും കടിച്ചു കഴിഞ്ഞാൽ ഒന്നും പൊട്ടത്തില്ല. അതുപോലെ തന്നെ 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. സ്ട്രോങ് ഗ്രിപ്പ് ഓൺ ദ റെഗുലേറ്റർ എന്നൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലീക്ക് പ്രൂഫാണ്. അതുപോലെ തന്നെ ഫ്ലെയിം റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ മഴയോ വെയിലോ അങ്ങനെയൊന്നും ഏറ്റി കഴിഞ്ഞാൽ ഇതിന് ഓസിന് യാതൊരുവിധ കംപ്ലൈൻറ്റുകളും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക നല്ല സ്ട്രോങ് ഓസാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് മുമ്പേ ഞാൻ പറഞ്ഞ റെഗുലേറ്ററിൻ്റെ പൂർണ്ണമായ രൂപം. ഇതിന് ISI മുദ്രയൊക്കെ നേരിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുതന്നെ ഭാരത് പെട്രോളിയം കമ്പനിയുടെയാണ് അത്. പിന്നെ അതിൻ്റെ ബാഗ് നമുക്ക് കിട്ടുമ്പോൾ, പുതിയ ഗ്യാസ് കണക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ നിങ്ങൾക്ക് റെഗുലേറ്ററും ഈ ഓസും, ഈ താഴെ കാണുന്ന ഈ ഓസും ഇതും കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് സ്വയമേ കണക്ട് ചെയ്യാവുന്നതാണ്. അത് ഇതിലേക്കാണ്, ഈ കാണുന്ന ഈ എൻഡിലേക്കാണ് ഓസ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊരു ബ്ലാക്ക് ഒരു കവറുണ്ടാകും. ഈ കവർ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അത് അവർ വെറുതെ ക്യാപ്പ് വെച്ചിരിക്കുന്നതാണ്. അത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് റെഗുലേറ്റർ ഗ്യാസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇതാണ് നമ്മൾ മൂവാക്കിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത്. കണ്ടോ, ഇതങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് പതിയെ പ്രസ് ചെയ്യുമ്പോൾ താഴേക്കും മുകളിലേക്കും നമുക്കിങ്ങനെ മൂവാകും. ഇത് കേട്ടോ, ഇങ്ങനെ മൂവാകും. ഇങ്ങനെ മൂവായിട്ടാണ് അതിലേക്ക് നമ്മൾ ഗ്യാസ് സിലിണ്ടറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഓൺ പൊസിഷനിൽ വെച്ച് ഒരിക്കലും ഓസ് കണക്ട് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. അതൊരു ലോക്കാണ്. ഈ ഓണിലിരിക്കുമ്പോൾ ഇത് ഒരു കാരണവശാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ആദ്യമേ തന്നെ ഇത് ഓഫ്, ഈ സ്വിച്ച് താഴോട്ട് നിൽക്കണം. അപ്പം ഇത് ഓഫ് പൊസിഷനിൽ ഇങ്ങനെ നേരെ നിൽക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ ചെരിഞ്ഞ് താഴോട്ട് നിൽക്കണം. ഇങ്ങനെ നേരെ മുകളിലോട്ട് നിൽക്കുന്ന ആകാശത്തേക്ക്, ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ, ആകാശത്തേക്ക് നിൽക്കുന്ന റെഗുലേറ്റർ നേരെ മുകളിലേക്ക് കുറ്റി നിൽക്കുമ്പോൾ ആകാശത്തേക്ക് നിൽക്കുന്ന പൊസിഷനാണ് ഓണ്. ഇത് നേരെ താഴേക്ക് ഇങ്ങനെ വെച്ചെങ്കിൽ ഇതിപ്പോൾ ഓഫ് പൊസിഷന് ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ഈ റെഗുലേറ്ററിൻ്റെ ഈ സ്വിച്ച് താഴത്തെ ഈ സ്വിച്ച് ഇങ്ങനെ മുകളിലോട്ട് മൂവ് ആവുകയുള്ളൂ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺ പൊസിഷനിൽ വെച്ചുകൊണ്ട് ഒരിക്കലും കണക്ട് ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കത് ഈ സ്വിച്ച് അതങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. അഥവാ അങ്ങനെ ഏതെങ്കിലും കാരണവശാലും പ്രസ്സാക്കി നിങ്ങളെന്നെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വിച്ചൊക്കെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഓസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അടപ്പൊക്കെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു. ഇതാണ് കാണുന്ന ഗ്യാസിൻ്റെ ഓസ്. ഏതാണ്ട് ഒരു 1.25 മീറ്ററോളം ഉണ്ട്. 1.5-1.5 മീറ്ററോളം ഉണ്ട്. ഇതിനകത്തേക്കാണ് നമ്മൾ ഈ പിന്നിനകത്തേക്കാണ് നമ്മൾ ഈ ഓസിൻ്റെ തലയ്ക്കം ഈ ഒരു എൻഡ് നല്ല ഇങ്ങനെയായിട്ട് പ്രസ് ചെയ്ത് കയറ്റി വിടണം. ഇങ്ങനെ
പ്രസ് ചെയ്ത് നന്നായിട്ട് ഫുള്ള് കയറ്റണത്. പിന്നെ വലിച്ചു കഴിഞ്ഞാൽ ഒന്നും പോരത്തില്ല, എത്ര വലിച്ചാലും പോരത്തില്ല. ഇതുണ്ട്, ഉണ്ടോ, ഫുള്ളായിട്ട് കയറി. ഇനി ഇതിനെ നിങ്ങൾക്ക് ഇവിടെ പ്ലംബിങ് കടയിൽ കിട്ടും. ഇതിപ്പം വലിച്ചാലൊന്നും പോരത്തില്ല, എങ്കിൽ കൂടി നിങ്ങൾക്ക് 1/2 ഇഞ്ചിൻ്റെ ഒരു ഹോസ് ക്ലിപ്പ് എന്ന് പറയുന്ന സാധനം വാങ്ങാൻ കിട്ടും. അതിവിടെ കണക്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ ഡബിൾ സേഫ്റ്റിയാണ്. ഇതിപ്പോൾ ഒരു കുഴപ്പമില്ല, ഊരി പോകത്തില്ല, കമ്പനി ഗ്യാരണ്ടിയാണ്. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഊരി പോരത്തുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്ലാമ്പ് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അടുത്തതായി നമുക്ക് ഈ ഓസിൻ്റെ ഒരെൻഡ് ഗ്യാസ് സ്റ്റവിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റെഗുലേറ്റർ ഗ്യാസിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ റെഗുലേറ്ററിൻ്റെ ഈ ഓണിൽ കിടക്കുന്ന ഇത് ഓഫ് എന്ന പൊസിഷനിലേക്ക് വെക്കുക. ഓഫ് എന്ന പൊസിഷനിലേക്ക് വെച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഈ താഴെ കാണുന്ന ഈ കാണുന്ന ഇത് മുകളിലേക്ക് പ്രസ് ചെയ്താൽ വരത്തുള്ളൂ, എങ്കിലേ അതിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഓഫ് പൊസിഷനാണ്, മനസ്സിലായല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞത് ഇത് ഓൺ പൊസിഷൻ, ഇത് ഓഫ് പൊസിഷൻ. അതിൻ്റെ നേരെ താഴേക്ക്, അതായത് സ്വിച്ച് താഴേക്ക് ഇരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ താഴേക്ക് ഇരിക്കും സ്വിച്ച്. ഇത് ഓണ് ഓഫ്. അപ്പോൾ ഇത് ഇനി താഴെ കൂടെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന ഈ അടപ്പിൽ പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ മുകളിലോട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വിടുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് പ്രസ്സായി. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഊരി പോരാതിരിക്കണം. ഇനി അതിന് ശേഷം ഗ്യാസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ സ്വിച്ച് മുകളിലേക്ക് ഓണാക്കി കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, തിരിച്ചു ഊരാൻ നേരത്ത് ഇതിൽ പ്രസ് ചെയ്യുക, ഊരിയെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ഗുഡ് ബൈ.